ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തുടരും മൂവിയെക്കുറിച്ചാണ്. നമുക്ക് സിനിമയുടെ ടൈറ്റിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ടൈറ്റിൽ നോക്കിയാൽ തുടരും എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴ്ന്ന അക്ഷരത്തിൽ നിങ്ങൾക്ക് ഒരു ആനയെ കാണാം. ടൈറ്റിലിൽ തന്നെ ആന റെഫറൻസ് കൊടുത്തിരിക്കുന്നതായി കാണാം. ആനയും ലാലേട്ടനും ആയിട്ടുള്ള കണക്ഷൻ ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സിനിമയിലെ ബെൻസ് AKA ഷൺമുഖവും ആനയും തമ്മിലുള്ള സിമിലാരിറ്റി നോക്കാം. ആനയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ ബലമാണ്. എന്നാൽ ആന ആവശ്യമില്ലാതെ മറ്റു ജീവികളെ പോയി ഉപദ്രവിക്കാറില്ല. പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരാണ് ആനകൾ. മാത്രമല്ല ആനയ്ക്ക് ഭയവും കൂടുതലാണ്. അതുകൊണ്ടാണ് തോട്ടിക്കോലൊക്കെ കാണിച്ച് മനുഷ്യന്മാർ ആനയെ മെരുക്കി ഉത്സവപ്പറമ്പുകളിലൊക്കെ കൊണ്ടുവരുന്നത്. തുടരുമെന്ന സിനിമയിലും ബെൻസിനെ ചെറുതായി ഉപദ്രവിച്ച പോലീസുകാർ അവരുടെ കൂടെ നിർത്തുന്നതായി കാണാം. എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ ആനയെ വേദനിപ്പിച്ചാൽ ആനയിടയും. ആനയുടെ മറ്റൊരു ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ കേൾവി ശക്തിയാണ്. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന സൗണ്ടിൻ്റെ ലോവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ഹെർട്സ് ആണ്. എന്നാൽ ആനയ്ക്ക് 20 ഹെർട്സിൽ താഴെയുള്ള സൗണ്ടുകൾ വരെ കേൾക്കാൻ സാധിക്കും. ജസ്റ്റ് ലൈക്ക് ബെൻസ്, ഇതിൽ പോലീസുകാർ രഹസ്യമായി സംസാരിക്കുന്നത് ബെൻസ് കേട്ടതായും അത് റീകോൾ ചെയ്ത് എടുക്കുന്നതായും കാണിക്കുന്നത് കാണാം. എന്നാൽ ആനയ്ക്ക് കാഴ്ചശക്തി വളരെ കുറവാണ്. നമ്മളുടെ ബെൻസും പല കാര്യങ്ങളും പലപ്പോഴും കാണാതെ പോകുന്നതായി സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. സിനിമയിലെ വളരെ ഇമോഷണൽ സീനുകളിൽ ബെൻസിന് എന്ത് ഇമോഷനാണോ ഫീൽ ചെയ്യുന്നത് അതേ ഇമോഷനിലുള്ള ആനയുടെ ശബ്ദവും ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കേൾക്കാം. സിനിമയിലുടനീളം ബെൻസിനെ ആനയോട് ഉപമിച്ചുകൊണ്ടുള്ള ഡയലോഗുകൾ കേൾക്കാം. എന്നാൽ ഇതൊന്നും ഹിന്ദി വെർഷനിൽ കണ്ടില്ല. ഹിന്ദി വെർഷനിൽ ആനയ്ക്ക് പകരം അവർ സിംഹത്തോടാണ് ബെൻസിനെ ഉപമിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ആനയ്ക്ക് അത്ര മാസ് പോരാ എന്ന് തോന്നിയത് കൊണ്ടാവും. ഹിന്ദി കണ്ട ഉടനെ ഞാൻ പോയത് തെലുങ്കിലാണ്. തെലുങ്ക് വെർഷനിൽ അത് ഡിനോസർ ആക്കിയോ എന്നായിരുന്നു എൻ്റെ സംശയം. പക്ഷേ തെലുങ്ക് അറിയാത്ത എനിക്ക് അത് മനസ്സിലായില്ല. എന്നാൽ കാടേറുംകുമ്പ എന്ന പാട്ട് കേട്ടപ്പോൾ അതിൽ സിംഹം എന്നൊക്കെ പറയുന്നത് കേട്ടു. ചിലപ്പോൾ റീമേക്കിലായിരിക്കും അവർ ഡിനോസർ ആക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ജോർജ് സാറിനെ നോക്കാം. ജോർജ് സാറിനെ ഇവിടെ രാജവെമ്പാലയുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. തുടക്കത്തിലെ ഒരു ജോർജ് സാറിനെ കാണുമ്പോൾ തോന്നുമെങ്കിലും പുള്ളി യഥാർത്ഥ വേഷം പുറത്ത് കാണിക്കുമ്പോൾ he do like this. തുടരുന്ന സിനിമയുടെ കഥ നോക്കാം. കഥയിലേക്ക് വരുവാണെങ്കിൽ ദൃശ്യം സിനിമ എടുത്ത് തിരിച്ചിട്ട രീതിയിലാണ് തുടരുന്ന സിനിമയുടെ കഥ. ദൃശ്യം സിനിമയിൽ മോഹൻലാലിനോട് പോലീസുകാർ തൻ്റെ മകൻ എവിടെയെന്ന് ചോദിക്കുമെങ്കിൽ ഇതിൽ മോഹൻലാൽ പോലീസുകാരോട് ചോദിക്കും എൻ്റെ മകൻ എവിടെയെന്ന്. എന്നാൽ ഈ രണ്ട് കഥകൾ തമ്മിൽ വ്യത്യസ്തമാക്കുന്നത് അതിലെ കഥാപാത്രങ്ങളുടെ വ്യത്യാസം അനുസരിച്ചാണ്. ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടി സിനിമാ പ്രേമിയായ ജോർജ് കുട്ടിയാണ്. സിനിമയിൽ നിന്ന് കിട്ടിയ അറിവ് കൊണ്ട് തനിക്കുണ്ടായ പ്രശ്നം നേരിടുന്ന നായകൻ. എന്നാൽ തുടരുന്ന സിനിമയിൽ സിനിമയ്ക്ക് പിന്നിൽ സ്റ്റണ്ട് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ച ബെൻസാണ്. ഇവർ തമ്മിലുള്ള ഈ വ്യത്യാസം തന്നെയാണ് ഈ രണ്ട് സിനിമകളെയും വേർതിരിച്ച് നിർത്തുന്നത്. പടത്തിൻ്റെ മെയിൻ കഥ എന്ന് പറയുന്നത് വളരെ നിസ്സാരവും പ്രഡിക്റ്റബിളുമാണ്. എന്നാൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ വഴിതിരിച്ചു വിടാൻ അവർ ഉപയോഗിച്ചിരിക്കുന്നത് മികച്ച പെർഫോമൻസ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഇവരെ സ്ക്രീനിൽ കാണുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഇവർക്ക് എന്തെങ്കിലും കഥയിൽ ചെയ്യാനുണ്ടാകും എന്ന രീതിയിൽ ആലോചിക്കുകയും കഥ മറ്റൊരു രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിക്കുകയും ചെയ്യും.
സൈക്കോളജിക്കൽ മൂവ്. എന്നാൽ സിനിമയുടെ പ്രസക്തി കൂട്ടുന്നത് ജീവിതത്തിൽ നടന്നിട്ടുള്ള ഈ 2 കേസുകളെയും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നത്? എല്ലാരും മഴയത്ത് നിർത്തിയേക്കാ ബെൻസൻ. ഈ മഴക്കെന്താ നമ്മളോട് ഇത്ര വെറുപ്പ്? ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ ഈശ്വരവാര്യർ എഴുതിയ ഈ വരികൾ അദ്ദേഹത്തിന് കേരള മനസാക്ഷിയോടുള്ള ചോദ്യം കൂടിയാണ്. കാലം എത്ര കടന്നുപോയാലും ആ ചോദ്യം വീണ്ടും കേരളത്തിന്റെ മനസാക്ഷിയെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. തോരാത്ത കണ്ണീരോടെയാണ് നീനു അരുങ്കൊലയിൽ തന്റെ മാതാപിതാക്കൾക്കുള്ള പങ്കിനെ കുറിച്ച് പറഞ്ഞത്. കെവിന്റെ ജാതിയേക്കാൾ താഴ്ന്ന സാമ്പത്തിക സ്ഥിതിയായിരുന്നു എതിർപ്പിനുള്ള കാരണം. എന്നാൽ സിനിമ ഇത്രയും വലിയ വിജയം എങ്ങനെ കൈവരിച്ചു എന്ന ചോദ്യത്തിനുത്തരം മോഹൻലാലാണ്. മോഹൻലാലിന്റെ തന്നെ പഴയ സിനിമയിലെ റെഫറൻസുകൾ, ഡയലോഗുകൾ നോക്കിയാലും ജനിച്ചു പോയല്ലേ സാറേ, ജീവിക്കണ്ടേ. വല്ലതും പറഞ്ഞോന്ന് വല്ലതും പറഞ്ഞോ. കണ്ടത് നിജം, കണ്ടത് നിജം. സ്റ്റൺ സീൻസിൽ നോക്കിയാലും ഇമോഷൻ സീൻസിൽ നോക്കിയാലും എല്ലാത്തിലും പഴയ മോഹൻലാൽ പടങ്ങളുടെ റെഫറൻസ് കാണാം. ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ പഴയ മോഹൻലാൽ തിരിച്ചു വന്നു എന്ന ഫീലിങ്സ് അവരിലുണ്ടാക്കുന്നു. കണ്ടിറങ്ങിയ പ്രേക്ഷകൻ പറയുന്നു, ഞാൻ കണ്ടടോ ആ പഴയ ലാലേട്ടനെ എന്ന്. തുടരും സിനിമയ്ക്ക് ശേഷവും സ്ലീപ്പർ സെൽസിന് ഉറങ്ങാനുള്ള അവസരം മോഹൻലാൽ കൊടുക്കുന്നില്ല. ചോട്ടോമ്പയ്ക്ക് പോവാം. ചോട്ടോമ്പൈ ഇപ്പൊ രാത്രി 12 മണിക്ക് കവിതയില് 12 മണിക്ക് पिक्चर अभी बाकी है मेरे दोस्त. അടുത്ത വീഡിയോയിൽ മോഹൻലാൽ വേഴ്സസ് മമ്മൂട്ടി അല്ലെങ്കിൽ എമ്പുരാൻ ലൂസിഫർ കമ്പാരിസൺ ആയിരിക്കും ചെയ്യുന്നത്. കാണാൻ താല്പര്യമുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.